ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി നല്ല നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ചപ്പാത്തിക്കും പത്തിരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബീഫ് കറി. അതേപോലെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ബീഫ് കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഏകദേശം ഒരു 500 ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 8 ചെറിയ ഉള്ളി നടുവിൽ നിന്ന് കീറിയത്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കർ മൂടി വെച്ച് നമുക്ക് ബീഫിൻ്റെ വേവ് അനുസരിച്ച് 8 to 10 വിസിലോളം കേൾപ്പിച്ചെടുക്കാം. ഇവിടെ അടുപ്പത്തൊരു പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഒരു വലിയ സൈസ് തേങ്ങാക്കൊത്ത് ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുത്ത് തേങ്ങാ പീസ് ഏകദേശം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി 3 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ലപോലെ വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം, എന്നാലാണ് നമുക്ക് നല്ല കട്ടിയുള്ള ഗ്രേവി കിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഏകദേശം സവാള നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മസാലകളുടെ മണം മാറുന്നത് പോലെ നല്ലപോലെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നതാണ് കറിക്ക് നല്ല ടേസ്റ്റ് നൽകുന്നത്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കുക. തക്കാളിയും മസാലയും നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇവിടെ ഇപ്പോൾ ഏകദേശം തക്കാളിയും മസാലകളും നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ച ബീഫ് ചേർക്കാവുന്നതാണ്. ബീഫും മസാലകളും നല്ലപോലെ വഴറ്റി കൊടുക്കുക. ശരിക്കും വഴറ്റി മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് തിളപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യാനുസരണം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ബീഫ് നല്ലപോലെ തിക്ക് ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ബീഫ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ എൻ്റെ ഒരു പുതിയ ചാനലാണ്. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതെല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് ഇതിനറിയിക്കണം. താങ്ക് യു.